രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകും എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളുടെ ഇടയിലും പൊതുമണ്ഡലത്തിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ആ വാർത്ത വരുന്നത് എന്നത് വ്യക്തമല്ല. കേന്ദ്ര നേതൃത്വം അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു ഉയർന്നു വരുന്ന മറ്റൊരു പേരുണ്ട്. അതായത് സാധാരണ ബി.ജെ.പി പ്രവർത്തകരുടെ ഇടയിൽ, പ്രത്യേകിച്ച് RSSകാരുടെ ഇടയിൽ, RSSന്റെ പ്രാധാന്യവും RSSന്റെ തൃപ്തിയും കൂടി മാത്രമേ, അല്ലെങ്കിൽ RSSന്റെ അഭിപ്രായം കൂടി ഈ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ RSSകാർക്കും അതുപോലെ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള RSS മേധാവികൾക്കും RSS നേതാക്കൾക്കും ഉന്നത സ്ഥാനത്ത് നിന്ന് RSS നേതാക്കൾക്കും അറിയാവുന്ന ഒരു പേരുണ്ട്. അത് ബാലശങ്കർ എന്നാണ്. ആ ബാലശങ്കറുടെ പേരും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ അത് ആ ബാലശങ്കർ ഒരുപക്ഷെ പ്രസിഡന്റായി കഴിഞ്ഞാൽ കേരളത്തിൽ ബി.ജെ.പിയുടെ മുഖം ഇപ്പോൾ കാണുന്നത് പോലെയല്ല, വളരെ വലിയ മാറ്റം വരും എന്നാണ് ബാലശങ്കറിനെ ആഗ്രഹിക്കുന്നവർ, ബാലശങ്കർ വരണമെന്ന് അഭിപ്രായപ്പെടുന്നവർ പലരും അഭിപ്രായപ്പെടുന്നത്. അത് RSS കേന്ദ്രങ്ങളിൽ നിന്നാണ് അത്തരത്തിലുള്ള അഭിപ്രായം ഉയരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നിലവിലുള്ള രാജീവ് ചന്ദ്രശേഖരുടെ പേരിനോ അല്ലെ ഇപ്പോൾ നിലവിലുള്ള സുരേന്ദ്രനോടോ അത്ര താല്പര്യം RSSന് ഇല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. RSSന്റെ താല്പര്യം അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രസിഡന്റിനെ ഇനി ഈ വരുന്ന പ്രാധാന്യം, തെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം വരുന്നതുകൊണ്ട് RSSന് താല്പര്യമില്ലാത്ത ഒരാളിനെ പ്രസിഡന്റ് ആക്കുക എന്നുള്ളത് ബി.ജെ.പിയും ആലോചിക്കുന്നില്ല. എന്നാൽ ഈ ബാലശങ്കർ എന്ന് പറയുന്നത് RSSന് ഏറെ ഇഷ്ടപ്പെട്ട, ഏറെ താല്പര്യപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ആരാണ് എന്നതാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. ബാലശങ്കർ എന്നുള്ളത് ഒരുപക്ഷെ ഈ ബാലശങ്കർ ബി.ജെ.പിക്കാർക്കും അതുപോലെ പൊതു മാധ്യമരംഗത്ത് നിൽക്കുന്നവർക്കും ഒക്കെ ഭംഗിയായിട്ട് ഈ പേര് പറഞ്ഞാൽ മനസ്സിലാകും. അത്രമാത്രം വ്യക്തി പ്രാധാന്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ നരേന്ദ്രമോദിയുമായിട്ട് ഒരു വളരെയധികം സൗഹൃദം വച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ബാലശങ്കർ. സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. പരസ്പരം ഒരു സുഹൃത്തുക്കൾ എന്നുള്ളത്, അതായത് ഒരുമിച്ചിരുന്ന് ഒരു സ്ഥലത്ത് ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങി അത്തരത്തിൽ അനുഭവമുള്ള ഒരാളാണ് ഈ ബാലശങ്കർ. എത്ര പേർക്ക് ബി.ജെ.പി പ്രവർത്തകർക്ക് പോലും എത്ര പേർക്ക് ഈ ബാലശങ്കറിനെ അറിയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ബാലശങ്കറിനെ കുറിച്ച് കുറച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം വലിയ ഈ പറയുന്ന കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പേര് പറയപ്പെടുന്ന പല നേതാക്കളെക്കാളും എത്രയോ ഉന്നതിയിലാണ് അദ്ദേഹം എന്നത്. അതായത് ഡൽഹിയിലായിരുന്നു കുറെ കാലം അദ്ദേഹം. അവിടെ RSS കാര്യാലയത്തിൽ, കേന്ദ്രത്തിൽ അദ്ദേഹം മോദിയോടൊപ്പം പ്രവർത്തിച്ചു. മോദിയും ഈ ബാലശങ്കറും തമ്മിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്നവർ RSSന് വേണ്ടി പ്രവർത്തിക്കുകയും ചില ലിറ്ററേച്ചർ പ്രവർത്തനങ്ങൾ, ലേഖനങ്ങൾ തയ്യാറാക്കുന്നതും അത് ക്രോഡീകരിക്കുന്നതും RSSന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിനുണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ഒരുമിച്ച്. അന്ന് മോദി ഒരു RSS പ്രവർത്തകനായിരുന്നു. അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി പോലും ആയിട്ടില്ല. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇറങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാതിരിക്കുന്ന, കൃത്യമായ ഒരു RSS വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബാലശങ്കറും മോദിയും തമ്മിൽ അത്ര സൗഹൃദമുണ്ടായിരുന്നത്. അത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു യോഗത്തിന് വന്നപ്പോൾ ഈ ബാലശങ്കറിനെ കണ്ടുകൊണ്ട് ബാല എന്ന് പറഞ്ഞ് അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടുകയും തന്നെക്കുറിച്ച് എഴുതിയ പുസ്തകം എവിടെ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുകയും ചെയ്തത് നമ്മൾ വീഡിയോകൾ പലതും കണ്ടതാണ്. അപ്പോഴാണ് ഇതാരാണ് ഈ ബാലൻ എന്നത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള, നമ്മളെ ചെങ്ങന്നൂരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട RSS പ്രവർത്തകനാണ് ബാലശങ്കർ. മാത്രമല്ല വെറും RSS പ്രവർത്തകൻ മാത്രം പറയാൻ പറ്റില്ല, ഒരു വലിയ മാധ്യമ പ്രവർത്തകനുമാണ്. അതായത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ദ വീക്ക് എന്ന് പറയുന്ന മനോരമയുടെ ഇംഗ്ലീഷ് മാധ്യമത്തിൽ ദീർഘകാലം ഡൽഹിയിലെ പ്രധാനപ്പെട്ട സീനിയർ പദവികളിരുത്തി അദ്ദേഹം ദീർഘകാലം ദ ഹിന്ദുവിൽ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ലേഖനങ്ങൾ എഴുതുന്ന കാര്യത്തിൽ, അതുപോലെ പുസ്തകങ്ങൾ എഴുതുന്ന കാര്യത്തിൽ എല്ലാം വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ബാലശങ്കർ. ആ ബാലശങ്കറിനെ ഒരിക്കൽ ചെങ്ങന്നൂർ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതാണ്.
എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഈ BJPക്കകത്തുള്ള ഈ വിഭാഗീയത കൊണ്ട് അവസാന നിമിഷം അദ്ദേഹത്തെ ആ സീറ്റ് നൽകാതെ മറ്റൊരു പ്രധാന നേതാവിന് ആ സീറ്റ് നൽകുകയാണ് ഉണ്ടായത്. അപ്പോഴും ബാലശങ്കർ ഒന്നും മിണ്ടാതെ മാറി നിന്ന് പിന്നെ ഇതെല്ലാം ഒരു സാധാരണ അച്ചടക്കമുള്ള ഒരു പിന്നെ RSS പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നിൽക്കാനുണ്ടായത്. നമ്മൾ വെറും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ബാലശങ്കറെ കാണാൻ കഴിയില്ല. വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UNA-യിൽ പിന്നെ ജോലി കിട്ടിയതാണ് അദ്ദേഹത്തിന്. പക്ഷേ അന്ന് പരമേശ്വരജി ഡൽഹിയിൽ വെച്ച് പരമേശ്വരി ഇദ്ദേഹത്തിനെ കാണുകയും ബാലശങ്കറിനെ കാണുകയും എന്തിന് UNA പോകുന്നത്, ഇവിടെ വന്നിട്ട് RSSന്റെ പ്രസിദ്ധീകരണ പിന്നെ വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരികയും UNA-യിൽ ജോയിൻ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത ഒരു അനുഭവം ഈ ബാലശങ്കർ തന്നെ പറയുന്നുണ്ട്. അത് പരമേശ്വർജി പറഞ്ഞപ്പോൾ പിന്നെ അതിൽ എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. എനിക്ക് നല്ലൊരു ജോലിയാണ് കിട്ടിയത് UNA-യിൽ. അതിൽ അന്നത്തെ കാലത്ത് ആ ജോലി കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം വളരെ വലിയ ഒരു പിന്നെ മാധ്യമ പ്രവർത്തനമായി മാറി. പക്ഷെ പിന്നീട് അദ്ദേഹം ഈ അടിയന്തരാവസ്ഥ കാലം വന്നു. അടിയന്തരാവസ്ഥ കാലം വന്നപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ ചില ലഘുലേഖകൾ തയ്യാറാക്കി രഹസ്യമായിട്ട് ചില ലേഖകൾ തയ്യാറാക്കി അയച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന തരത്തിലുള്ള തയ്യാറായിക്കൊണ്ടിരുന്നത് ഈ ബാലശങ്കറാണ്. അപ്പോൾ അത്രമാത്രം പിന്നെ ഈ BJPക്ക് അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തനങ്ങളിൽ വളരെ പഴക്കമുള്ള, വളരെ പരിചയമുള്ള, വളരെ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ചെങ്ങന്നൂരുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ കേരള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്നു. ദീർഘകാലം അവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗവുമായിട്ട് ഏറ്റവും നല്ല അടുപ്പമുള്ള കേരള കോൺഗ്രസ് നേതാവ് എന്നുള്ള തരത്തിൽ ഒരു അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ബാലശങ്കർ. കേരളത്തിൽ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വിഭാഗവുമായിട്ട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകണമെന്ന് BJP ഘടകം തീരുമാനിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇത്രയധികം ക്രിസ്ത്യൻ സഭകളുമായിട്ട് വളരെയധികം അടുപ്പ ബന്ധമുള്ള ബാലശങ്കർ പ്രസിഡന്റായിട്ട് വരികയാണെങ്കിൽ അത് BJPയുടെ കേരള ഘടകത്തിന് വളരെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ബാലശങ്കറുമായിട്ട് അടുത്ത് നിൽക്കുന്ന പലരും അഭിപ്രായപ്പെടുന്നത്. അവരുടെ അഭിപ്രായങ്ങളെല്ലാം വച്ച് നോക്കുമ്പോഴാണ് എനിക്കും ഈ ബാലശങ്കർ ആരാണെന്ന് ഞാൻ പഠിക്കാൻ നോക്കിയതും. അങ്ങനെ ബാലശങ്കർ ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരികയാണെങ്കിൽ വലിയ ഗുണം ചെയ്യുമെന്നുള്ളത് വളരെ നിശ്ചയമാണ്. പക്ഷേ പാർട്ടി എന്ത് തീരുമാനിക്കുന്നറിയില്ല. അദ്ദേഹം ഇപ്പോഴും അച്ചടക്കമുള്ള ഒരു RSS പ്രവർത്തകനായിട്ടും സീനിയർ മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ദ വീക്കിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം റിട്ടയറായി. അദ്ദേഹം സന്നദ്ധ പ്രവർത്തനത്തിൽ തന്നെയാണ്, RSSന്റെ പ്രവർത്തനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അദ്ദേഹത്തിനെ പിന്നെ ഒരു പക്ഷേ നമുക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉയർത്തി കാട്ടാൻ പറ്റുന്ന തരത്തിലുള്ള മികച്ച കഴിവുകളുള്ള, മികച്ച വിദ്യാഭ്യാസമുള്ള, മികച്ച പിന്നെ വിവരങ്ങളുള്ള, ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇനി BJPയെ ഭരിക്കാൻ അല്ലെങ്കിൽ BJPയെ നയിക്കാൻ ആവശ്യമുള്ളത്. അത്തരത്തിൽ ഒരു നേതാവ് ഇപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നത് നിശ്ചയം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് പറയുന്നത്. കേരളത്തിലെ CPM-ലോ കോൺഗ്രസിലോ BJPയിലോ ബാലശങ്കറിനെ പോലെ ഇത്രയും അവഗാഹമുള്ള പിന്നെ സംസ്കാരത്തെക്കുറിച്ച്, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച്, ഇന്ത്യൻ ഉപനിഷത്തുകളെക്കുറിച്ച്, നമ്മുടെ പിന്നെ പുരാണങ്ങളെക്കുറിച്ച്, ലോക വിവരങ്ങളെക്കുറിച്ച് ഒക്കെ ഇത്രയും അവഗാഹമായിട്ട് അറിവുള്ള ഒരു വ്യക്തി ബാലശങ്കറിനെ പോലെ ആരും തന്നെ ഇപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നേതൃത്വത്തിലോ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലൊരു വ്യക്തി ബാലശങ്കർ വരികയാണെങ്കിൽ അത് BJPക്ക് വല്ലാത്ത മുതൽക്കൂട്ടായിരിക്കും. പക്ഷേ BJPയുടെ സംസ്ഥാന ഘടകം ഈ വിഭാഗീയത പ്രവർത്തനം നടത്തിക്കൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ ഉടുപ്പ് തെച്ച് പ്രസിഡന്റ് ആവാൻ വേണ്ടി ഉടുപ്പ് തെച്ചിരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും MD രമേശും പിന്നെ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ ഉടുപ്പ് തെച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹവും ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ബാലശങ്കറിന്റെ പേര് പുറത്തുപോലും കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നല്ല ഒരു വ്യക്തിത്വം, തിളങ്ങുന്ന ഒരു വ്യക്തിത്വത്തെ ഈ BJP നേതൃത്വം, RS നേതൃത്വം അവഗണിക്കുന്നതെന്ന് മനസ്സിലാകുന്നുമില്ല. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ
അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.